മാതൃഭൂമിയുടെ MBIFL ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ ഇട്ടിരിക്കുന്ന ടൈറ്റിൽ രാഷ്ട്രീയക്കാരുടെ പുസ്തക ജീവിതം എന്നുള്ളതാണ്. നേരത്തെ നമ്മുടെ കൂടെയുള്ള പാനലിസ്റ്റുകളെ പരിചയപ്പെടുത്തിയെങ്കിലും ഇന്ന് നമുക്ക് 3 പേരാണ് ഈ ഒരു സെഷനിൽ നമ്മളോടൊപ്പം ഉള്ളത്. ആദ്യമേ ശ്രീമതി TN സീമ, മുൻ രാജ്യസഭാ അംഗം, വളരെയധികം വിഷയങ്ങളിൽ, സാമൂഹ്യ വിഷയങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിലുമൊക്കെ വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് നമ്മുടെ നവകേരള പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററും അതോടൊപ്പം തന്നെ അതിനു മുമ്പ് ഹരിത മിഷൻ്റെ ചെയർപേഴ്സണും ഒക്കെയായിരുന്നു. പ്രിയപ്പെട്ട TN സീമയെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത് നമ്മളോടൊപ്പം ഉള്ളത് പ്രിയ സുഹൃത്ത് ശ്രീ M സ്വരാജ്, മുൻ MLA ആണ്, DYFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി, CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന് മാത്രമല്ല ഇന്ന് യുവരാഷ്ട്രീയക്കാരിൽ ഏറ്റവും കൂടുതൽ കേരളം ശ്രദ്ധയോടെ ശ്രവിക്കുന്ന ശബ്ദം ശ്രീ സ്വരാജിൻ്റെ ആണെന്നുള്ളത് ഒരു ടെൻഷനുമില്ലാതെ എനിക്ക് പറയാൻ കഴിയും. പ്രിയപ്പെട്ട ശ്രീ സ്വരാജിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഏറെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ PR ശിവശങ്കർ, BJPയുടെ ചാനൽ മുഖമാണ്, BJPയുടെ മീഡിയ കോർഡിനേറ്ററാണ്, സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. BJPയുടെ നിലപാടുകൾ വളരെ സൗമ്യമായി ചാനലിൽ അവതരിപ്പിച്ച് ഇന്ന് BJPയുടെ നിലപാടുകൾ താഴെത്തട്ടിലെത്തിക്കുവാൻ ആ പാർട്ടിയെ ഒത്തിരി സഹായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പഠിച്ചിട്ടുള്ള അവതരണമാണെന്നുള്ളത് ഒരു ചാനൽ ചർച്ചക്കാരൻ കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രീ ശിവശങ്കർ, അദ്ദേഹവും ശ്രീ സ്വരാജിനെ പോലെ പുസ്തകമൊക്കെ എഴുതുന്നതാണ്, രാഷ്ട്രീയ വിഷയങ്ങളിൽ പുസ്തകമൊക്കെ എഴുതുന്ന ആളാണ്. പ്രിയപ്പെട്ട ശ്രീ ശിവശങ്കറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വിഷയം രാഷ്ട്രീയക്കാരുടെ പുസ്തക ജീവിതം എന്നുള്ളത് പിന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗം ഉണ്ടെങ്കിൽ നമ്മളത് രാഷ്ട്രീയക്കാരാണ്. പലപ്പോഴും പൊതു രംഗങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആളുകൾ പറയുന്നത് രാഷ്ട്രീയക്കാരെക്കുറിച്ച് അവരെഴുത്തും വായനയില്ല, ഒന്നും വായിക്കത്തില്ല എന്നുള്ള ഒരു നിർമ്മിതി രാഷ്ട്രീയക്കാരെ കുറിച്ച് പൊതുവേ ഉണ്ട്. പക്ഷേ അത് തെറ്റാണെന്നുള്ള ശക്തമായിട്ടുള്ള അഭിപ്രായം ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. താഴെത്തട്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും പൊതുവിഷയങ്ങളിലും സാമൂഹ്യ വിഷയങ്ങളിലും നല്ല ഡീപ്പായിട്ടുള്ള താല്പര്യവും അവബോധവും ഒക്കെ ഉള്ളത് നമുക്കെല്ലാം കേരളത്തിൽ അറിയാവുന്നതാണ്. വായനയുടെ കാര്യത്തിലും കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഒട്ടും പിന്നിലല്ല. വായനയിൽ നിന്ന് ഉദാഹരണങ്ങൾ തന്നെയാണ് എൻ്റെ കൂടെയുള്ള ആളുകളും. ഞാൻ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊന്നൊരു ട്രെയിനിൽ പോകുമ്പോൾ, നമ്മൾ ഒത്തിരി യാത്ര ചെയ്യുന്ന ആളുകളാണ്, ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുകയാണെങ്കിൽ 90% ആളുകളും ഒന്നുകിൽ ഉറക്കമായിരിക്കും അല്ലെങ്കിൽ ഫോണിലായിരിക്കും. ഒരു പുസ്തകം പിടിച്ചൊരു ട്രെയിനിൽ ഇപ്പോഴും നമ്മൾ പോകുമ്പോൾ കാണുന്നത് ഒന്നുകിൽ സാഹിത്യ പ്രവർത്തകർ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കും. ഒരു രാഷ്ട്രീയക്കാരൻ്റെ വായിക്കുന്ന തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉള്ള രാഷ്ട്രീയക്കാർ തീർച്ചയായിട്ടും കേരളത്തിന് ഒരു അസറ്റാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യവും നമുക്കൊരു സമയത്തിൻ്റെ പരിമിതിയുണ്ട്, ഒരു 2:45 ഈ സെഷൻ നമുക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്ത് ഓഡിയൻസിന് അതിനേക്കാൾ കൂടുതൽ സമയം ഓഡിയൻസ് നൽകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മളെല്ലാവരും മിതവാദികളാണ്, മിതത്വം നമ്മൾ പാലിക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഫസ്റ്റ് ഒരു ചോദ്യം, മോഡറേറ്ററിന് അധികം ഇടപെടത്തുമില്ല, എൻ്റെ ഫസ്റ്റ് ഒരു ചോദ്യം ഒന്ന് കോൺടാക്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മൾ രാഷ്ട്രീയത്തിൽ പല ആളുകളെയും നമുക്കറിയാം വളരെ ഡീപ്പായിട്ടുള്ള പ്രൊലിഫിക്കായിട്ടുള്ള റീഡിംഗ് ഉള്ള നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്, റീഡിങ്ങും റൈറ്റിങ്ങും. ഇപ്പം പണ്ഡിറ്റ് നെഹ്റു ആണെങ്കിലും EMS ആണെങ്കിലും അംബേദ്കർ ആണെങ്കിലും ഒക്കെ പല വിഷയങ്ങളെക്കുറിച്ച് വായിച്ച് അഭിപ്രായങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് പഠിച്ച് അത് അടുത്ത തലമുറയ്ക്ക് പകരുന്ന ഒരു പങ്കുണ്ടായിട്ടുള്ള രാഷ്ട്രീയം നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഉദാഹരണം വെച്ച് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇപ്പം പലപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾ, ഇപ്പം എൻ്റെ അഭിപ്രായങ്ങൾ ഇരുമ്പോലൊക്കെയല്ല, ഞാൻ ഒത്തിരി ഫ്ലെക്സിബിലിറ്റി കൂടുതലുള്ള ആളാണ്. പല വിഷയങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ രാഷ്ട്രീയ നിലപാടിനകത്ത് നിന്നുകൊണ്ട് അതിനകത്ത് ചില തെറ്റുകൾ എനിക്ക് ഒരു ഹൈൻഡ്സൈറ്റ് ലോജിക്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു ഉദാഹരണം, ഞാനിപ്പം വായിച്ച ഒരു പുസ്തകം, പ്രധാനമന്ത്രിമാരെടുത്ത തീരുമാനത്തെക്കുറിച്ച് നീർജ ചൗധരി എന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയിട്ടുള്ള ഡൽഹിയിലെ ജേർണലിസ്റ്റ് ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്നൊരു പുസ്തകമുണ്ട്. അതിൽ മോദിക്ക് മുമ്പുള്ള 5-6 പ്രധാനമന്ത്രിമാർ അവരുടെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുത്തതിൻ്റെ ആ നാവിഗേഷൻ വായിച്ചപ്പോൾ ഒത്തിരി ആളുകളോട് എനിക്ക് അവരുടെ ഒരു സ്നേഹം കൂടി, ഒത്തിരി ചില വിഗ്രഹങ്ങൾ ഉടഞ്ഞു, ചിലത് എനിക്ക് പുതിയൊരു നോളജ് കൂടായിരുന്നു. അത് ഞാൻ പിന്നെ റീവാലിഡേറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ട് എൻ്റെ വായന എൻ്റെ തോട്ടിനെ നവീകരിക്കാറുണ്ട്. എൻ്റെ ചോദ്യം 3 പേരോടും, ആദ്യം സീമാനായിട്ട് തുടങ്ങാം. നിങ്ങളുടെ വായന നിങ്ങളുടെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാറുണ്ടോ? നിലപാടുകൾ അല്ലെങ്കിൽ വീക്ഷണത്തെയും കാഴ്ചപ്പാടിനെയും ചില വിഷയങ്ങളെക്കുറിച്ച് ന്യൂട്രലായിട്ട് മനസ്സിലാക്കാൻ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നന്ദി ശബരി.
രാഷ്ട്രീയക്കാരിയാവുന്നതിന് മുമ്പ് ഞാൻ സാഹിത്യമാണ് പഠിച്ചത്, സാഹിത്യമാണ് പഠിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ വായന വളരെ എല്ലാ മേഖലയിലുമുള്ള വായനയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ വളർന്നതുകൊണ്ട് തന്നെ ആ നിലയിൽ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരുപാട് വായന ഉണ്ടായിരുന്നു. എൻ്റെ നിലപാടുകളെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ സമയത്തായാലും ഒക്കെ തന്നെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ദിശയിലുള്ള കാര്യങ്ങൾ വായിക്കാനുള്ളൊരു പ്രവണത അല്ലെങ്കിൽ ഒരു ശീലം വളർന്നു വരും. അത് വാസ്തവത്തിൽ തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വായനയെ വളരെ വിപുലമായി കാണേണ്ട ഒരു ആവശ്യമുണ്ട്. ആ നിലയിൽ എന്നെ സ്വാധീനിച്ച വായന ഒന്ന് ഡോക്ടർ അംബേദ്കറുമായി ബന്ധപ്പെട്ടതാണ്. കാരണം നമ്മുടെ പൊതുധാരണകളിൽ നിന്ന് നമ്മൾ സാധാരണഗതിയിൽ സമൂഹത്തെ മനസ്സിലാക്കുന്ന ചില രീതികളുണ്ട്. ആ ഒരു സമീപനത്തിൽ നിന്ന് കുറെ കൂടി ആഴത്തിലേക്ക് പോകേണ്ടതുണ്ടെന്നും നമ്മുടെ ചില പൊതുധാരണകൾ അത് എൻ്റെ ധാരണകൾക്ക് വിരുദ്ധമായതെന്നുള്ളതല്ല, പക്ഷേ എൻ്റെ പല കാര്യങ്ങളെയും കൂടുതൽ വിശാലമായി ചിന്തിക്കാനും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും പ്രേരിപ്പിച്ചത് ഡോക്ടർ അംബേദ്കറിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ. വസ്തുതയിൽ അത്ഭുതപ്പെടുത്തിയ രണ്ട് എഴുത്തുകാരൊന്ന് ഈ VMSഉം ഡോക്ടർ അംബേദ്കറുമാണ്. രണ്ടാമത്തെ എൻ്റെ ധാരണകളെ കൂടുതൽ വിപുലമാക്കാനും കൂടുതൽ തെളിമയുള്ളതാക്കാനും എന്നെ സഹായിച്ചത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വായനയാണ്. നേരത്തെ ഒരു പൊതുധാരണയൊക്കെയാണ് ഉണ്ടായിരുന്നത്. MP ആയിരുന്ന സമയത്ത് നമ്മൾ ചോദ്യം ചോദിക്കും, പരിസ്ഥിതിയെ സംബന്ധിച്ച് ചോദിക്കും, അപ്പോൾ ഒരു പൊതുധാരണയാണ്. പക്ഷേ ഹരിത കേരള മിഷൻ്റെ വൈസ് ചെയർപേഴ്സൺ ആയപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചേ മതിയാകൂ. കാരണം ഞാൻ ഇടപെടുന്ന ആളുകൾക്ക് നല്ല ധാരണ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ധാരണയുള്ള ആളുകളാണ്. അപ്പോൾ ആ നിലയിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വായന വാസ്തവത്തിൽ നമ്മൾ വെച്ചു പുലർത്തുന്ന ചില കാര്യങ്ങൾ ചിലത് തിരുത്തേണ്ടതും ചിലത് കൂടുതൽ നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വായനകൾ കുറച്ചുകൂടി അതിലേക്ക് വരാനുള്ള ഒരു പ്രേരണ വാസ്തവത്തിൽ ഇതിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയക്കാരൻ അഥവാ രാഷ്ട്രീയക്കാരി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ് ഒരു പ്രധാന പ്രശ്നം. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരെ ആയിരിക്കും രാഷ്ട്രീയക്കാരി എന്നൊക്കെ പറയുന്നത്. അത് ഒരു വിഭാഗമാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും, അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഷ്ട്രീയ നിരപേക്ഷമായിട്ടുള്ള ഒരു വാക്കോ ഒരു വരിയോ ഉണ്ടാവില്ല. നിങ്ങളെല്ലാം ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുകയും ആ നിലപാടുകൾ വിവിധ രൂപത്തിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശാലാർത്ഥത്തിൽ എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയാണ്. ചിലർ അതിൽ മുഴുവൻ സമയ പ്രവർത്തകരാണ് എന്ന് മാത്രമേ ഉള്ളൂ. വായനയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ വായനയ്ക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നാണ് എൻ്റെ പക്ഷം. ഓരോ പുസ്തകവും ഓരോ ലോകമാണ്. ഒരു പുസ്തകം വായിക്കുമ്പോൾ പുസ്തകം വായിച്ച് തുടങ്ങുന്ന ആളല്ല പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുന്ന ആൾ. ഒരു മാറ്റം, അതിനെ നവീകരണമെന്ന് വിളിക്കാം, ഒരു പുതുക്കൽ അവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഒരൊറ്റ ഉദാഹരണം സൂചിപ്പിക്കാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഫിലിപ്പ് സിഡ്നിയെക്കുറിച്ച് വായിച്ചത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചപ്പോൾ മനുഷ്യത്വത്തിൻ്റെ ഒരു പുതിയ നിർവചനം അറിയാതെ മനസ്സിലേക്ക് വന്നു. അദ്ദേഹം എലിസബത്തിയൻ കാലഘട്ടത്തിലെ യോദ്ധാവും കവിയൊക്കെ ആയിരുന്ന ആളാണ്. എല്ലാവരും കവിതയ്ക്കൊരു സാധൂകരണമൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ യുദ്ധമുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ട് അങ്ങനെ കിടക്കുന്ന ആ സന്ദർഭത്തിൽ ഒരിറ്റ് വെള്ളം വേണം എന്ന് തോന്നുന്നു. തൊണ്ട വരളുന്നു, മരണവെപ്രാളം, അവസാനത്തെ ഒരു തുള്ളി വെള്ളം. അപ്പോൾ കൂടെയുള്ള സഹയോദ്ധാക്കളിൽ ആരോ ഒരാൾ ഒരു കപ്പിൽ ഒരല്പം വെള്ളം ഫിലിപ്പ് സിഡ്നിക്ക് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ആ വെള്ളം ചുണ്ടോടടിപ്പിക്കുമ്പോൾ, ആ കപ്പ് ചുണ്ടോടടിപ്പിക്കുമ്പോൾ അടുത്തു നിന്നൊരു ഞരക്കം കേൾക്കുന്നു. അപ്പോൾ ഫിലിപ്പ് സിഡ്നിയേക്കാൾ ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ, ഒരു വേള ഒരു നിമിഷം മുൻപ് ഒരുപക്ഷെ മരിച്ചു പോയേക്കാവുന്ന ഒരാൾ, ഫിലിപ്പ് സിഡ്നി മരണത്തെ മുഖാമുഖം കാണുകയാണ്. പക്ഷെ അദ്ദേഹം ആ കപ്പ് കൈമാറുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ദൈ നെസസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ മൈൻ എന്നാണ്. മരണത്തെ മുന്നിൽ കാണുമ്പോഴും തന്നെക്കാൾ ഇത് ആവശ്യമുള്ള മറ്റൊരാൾ അടുത്തുണ്ട് എന്ന് കണ്ട പ്രാണജലം കൈമാറുകയാണ്. അപ്പം അന്നോളമുള്ള മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിനൊരു നവീകരണം സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ അനുബന്ധമായിട്ടൊരു വാചകം കൂടി പറയാനുള്ളത്, കഴിഞ്ഞ ആഴ്ചയാണ് യാദൃച്ഛികമായിട്ട് MN കാരശ്ശേരിയുടെ അദ്ദേഹം തയ്യാറാക്കിയ ഒരു പുസ്തകം വായിച്ചു. MT വാസുദേവൻ നായർ, വൈക്കം മുഹമ്മദ് ബഷീർ, NB മുഹമ്മദ്, സുകുമാർ അരീക്കോട്, ഇത്രയും പേരുമായുള്ള
അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, ഇൻ്റർവ്യൂ ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ആ പുസ്തകം. ഞാനിവിടെ അത് പരാമർശിക്കാൻ കാരണം അതിൽ മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ഒരു പുതിയ പാഠമുണ്ട്. മറ്റൊന്നുമല്ല, ഒരു ദിവസം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഒരു അനുഭവമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ചായ കുടിച്ച ശേഷം ഗ്ലാസ് കമിഴ്ത്തിയാണ് അത്ര വെക്കുക. ഞാനിതുവരെ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ചായ കുടിച്ചിട്ട് ഗ്ലാസ് കമിഴ്ത്തി വെക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കാരശ്ശേരി ചോദിക്കുന്നു, ഇതെന്താണ് ഇങ്ങനെ വെക്കുന്നത്? അപ്പോൾ ബഷീറിൻ്റെ മറുപടിയാണ്. ബഷീർ ചോദിക്കുന്നു, വല്ല വിവരമുണ്ടോ? ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ ഒരു ഇച്ചിരിപ്പോളം ചായ ബാക്കി ഉണ്ടാവും. അതിലേക്ക് വന്നു വീഴുന്ന ഉറുമ്പുകൾ ചത്തൊടുങ്ങും. അങ്ങനെ ഉറുമ്പുകൾ ചത്തൊടുങ്ങാതിരിക്കാനാണ് ഞാൻ ഈ ഗ്ലാസ് കമിഴ്ത്തി വയ്ക്കുന്നത് എന്ന് പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, താൻ കുടിച്ച ചായയുടെ അവശിഷ്ടത്തിൽ ഉറുമ്പുകൾ വന്നു വീണ് ചത്തൊടുങ്ങാൻ ഇടയുണ്ട് എന്ന ചിന്ത ഗ്ലാസ് കമിഴ്ത്തി വെക്കാൻ ബഷീറിനെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് മനുഷ്യസ്നേഹം. അതിന് ഉറുമ്പ് സ്നേഹം എന്നല്ല പറയുക. ഒരു ഉറുമ്പിൻ്റെ പോലും ദുരന്തത്തിന് താൻ കാരണമാകരുത് എന്ന് ചിന്തിക്കുന്ന മനോഭാവം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഓരോ വായനയും നമ്മളെ പുതിയ പുതിയ ചിന്താപഥങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്, നമ്മളെ നവീകരിക്കുന്നുണ്ട്, നാം അറിയാതെ നമ്മളെയും ലോകത്തെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. അത് വിശാലാർത്ഥത്തിൽ എല്ലാവരുടെയും അഥവാ എല്ലാ രാഷ്ട്രീയക്കാരുടെയും കാര്യത്തിൽ ഇതേ അനുഭവം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. വെച്ചാൽ നമ്മുടെ എല്ലാം അനുഭവത്തിൽ. ഒരു വിശാലമായ അർത്ഥത്തിൽ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടായിരിക്കാം വായനയും ഒരുപക്ഷെ രാഷ്ട്രീയേതരമായ വായനയിലാണ് കൂടുതൽ ഞാൻ ശീലിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ളതും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പുസ്തകങ്ങൾ മനുഷ്യനെ നവീകരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ പുസ്തകങ്ങളും നവീകരിക്കുകയാണോ, ചിലവ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണോ എന്നുള്ള ചർച്ച നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. നവീകരിക്കപ്പെടുന്ന പുസ്തകങ്ങളുമുണ്ട്. ഒരു വ്യക്തിയെ കൂടുതൽ മനുഷ്യത്വം ഇല്ലാതാക്കുന്ന പുസ്തകങ്ങളും നിർഭാഗ്യവശാൽ സാഹിത്യ ലോകത്തും അതുപോലെ തന്നെ നമ്മളുടെ ഇടയിലുമെല്ലാം ഉണ്ട്. അത്തരം പുസ്തകങ്ങൾ ഏതാണെന്ന് നിശ്ചയിക്കേണ്ടത് ആ വ്യക്തികൾ തന്നെയാണ്. ഓരോരുത്തരുമാണ് നിശ്ചയിക്കേണ്ടത്. നമുക്ക് കൂടുതൽ മനുഷ്യനാവണോ, അതോ കൂടുതൽ മറ്റു തരത്തിൽ വൈരാഗ്യബുദ്ധിയുള്ള, മറ്റു മനുഷ്യരെ നിരന്തരം നശിപ്പിക്കുകയും അവനെ തീർത്ത് കളയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പാന്താവിലേക്ക് പോകുന്ന ജീവിത രീതി തിരഞ്ഞെടുക്കുവാൻ നിങ്ങളെ നിരന്തരം നിർദ്ദേശിക്കപ്പെടുന്ന, അതാണ് ജീവിതമെന്ന് വിശ്വസിക്കുന്ന ഒരു തത്വശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ജീവിത വിശ്വാസത്തിൻ്റെയോ എല്ലാം ഭാഗത്തേക്ക് പോകണമോ എന്ന് നിശ്ചയിക്കേണ്ടത് ഓരോരോ വായനക്കാരാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായാലും മതമായാലും അതല്ലെങ്കിൽ സാഹിത്യമായാലും തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. നാം എന്ത് വായിക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് നമ്മളാണ്. ഓരോ പുസ്തകങ്ങളും നമ്മളെ നവീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ ഒരു എതിർപ്പിൻ്റെ ഭാഷയിലല്ല, അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും ഓരോ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ ജീവിതത്തെ കൂടി മാറ്റിമറിക്കാവുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു എന്ന് നമ്മൾ നിശ്ചയിക്കണം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഈ വായനയെക്കുറിച്ച് എപ്പോഴും സംശയമുള്ളത്, ഞാനതൊരു സംശയമായിട്ട് തന്നെ സ്വരാജിൻ്റെക്കും സീമ ടീച്ചറിൻ്റെക്കും മുന്നിലേക്ക് വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തി എപ്പോഴും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായാലും ഒരു വ്യക്തിയായാലും, ആഴത്തിലുള്ള വായനയാണോ പരന്ന വായനയാണോ അവന് എപ്പോഴും ഗുണകരമാകുന്നത് എന്ന് എനിക്കിപ്പോഴും ഒരു തീരുമാനമെത്താത്ത ഒരു കാര്യമാണ്. പരന്ന വായന ആണ് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ധാരാളം യുവ സുഹൃത്തുക്കളും എഴുത്തുകാരുമുണ്ട്. കാരണം പരന്ന വായന മാത്രമല്ല, പരന്ന അറിവ്, അത് സ്പോർട്സിനെ കുറിച്ചായാലും മറ്റുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ ആയാലും പരന്ന അറിവ് ഒരു മനുഷ്യനെ കൂടുതൽ നല്ല വ്യക്തിയാക്കുന്നു, അല്ലെങ്കിൽ അവനെ കൂടുതൽ ജീവിതം ആസ്വദിക്കുവാൻ സഹായിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. മറിച്ച് ആഴത്തിലുള്ള വായനയാണ് ഒരു വ്യക്തിയെ കൂടുതൽ മനുഷ്യത്വത്തിലേക്ക് എത്തിക്കുന്നതും അവൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതും എന്ന് വിശ്വസിക്കുന്ന ഒരു ചിന്താ പദ്ധതിയുമുണ്ട്. ഇതിലേതാണ് നല്ലതെന്ന് സത്യത്തിൽ അറിയാതെ പകച്ചു നിൽക്കുകയാണ് ഞാൻ. കാരണം പരന്ന വായന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിൽ അറിയുവാൻ പുസ്തകങ്ങൾ മാത്രമല്ല, എഴുതപ്പെടാത്ത പല ചരിത്രങ്ങളിലേക്കും നമ്മൾ ആഴ്ന്നിറങ്ങേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ, ചരിത്രം എപ്പോഴും ഒരു ആഫ്രിക്കൻ പോർബാണെന്ന് പറയുന്നത്, വേട്ടയുടെ ചരിത്രം എപ്പോഴും വേട്ടക്കാരൻ്റേതായിരിക്കും,
വേട്ടമൃഗങ്ങൾക്ക് ചരിത്രകാരന്മാർ ഇല്ലാത്തിടത്തോളം കാലം വേട്ടയുടെ ചരിത്രം വേട്ടക്കാരൻ്റെ ചരിത്രമായിരിക്കും. ഇതുവരെ ചരിത്രം എഴുതിയത് വേട്ടക്കാരന് മാത്രമാണെങ്കിൽ എന്തുകൊണ്ട് ആ വേട്ടയുടെ ചരിത്രത്തിന് മറ്റൊരു ആമുഖം കൂടി എഴുതേണ്ടി വരും എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരുന്ന കാലഘട്ടം. അത്തരം പുസ്തകങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ പുസ്തകങ്ങളുടെ പുറകിലുള്ള ആശയങ്ങളെയും ചരിത്ര സത്യങ്ങളെയും നമ്മൾ ചികഞ്ഞ് പോകേണ്ടി വരുമ്പോൾ ആധുനികമായ എല്ലാ ആശയങ്ങളെയും എല്ലാ ശാസ്ത്രീയമായ കാര്യങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥ ചരിത്രം, യഥാർത്ഥ സത്യം, യഥാർത്ഥത്തിൽ നടന്നത് എന്ത് പഠിക്കുക കൂടിയാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ, ഒരു സാമാന്യ വ്യക്തിയുടെ, ചരിത്രമറിയാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും ആദ്യത്തെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ആദ്യമായിട്ട് അവർ ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആഴത്തിലുള്ള വായനയിലേക്ക് പോകേണ്ട സമയമായി. നമ്മൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കുകളോ അല്ലെങ്കിൽ മുന്നിലുള്ള ചരിത്ര പുസ്തകങ്ങളോ അല്ല, യഥാർത്ഥ സത്യത്തിലേക്കും കൂടുതൽ ആഴത്തിലേക്കും വായിക്കണം എന്നുള്ള ഒരു വിശ്വാസത്തിൽ എത്തി നിൽക്കുന്ന ഒരു വായനയുടെ തുടക്കക്കാരൻ മാത്രമാണ് എന്ന് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. എനിക്കിതിൽ ശ്രീ ശിവശങ്കർ പറഞ്ഞൊരു പോയിന്റിൽ എൻ്റെ മനസ്സിലുള്ള ചോദ്യം ഞാൻ അല്പം നേരത്തെ ആക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതിൽ നിന്നൊരു ക്യൂ എടുത്തുകൊണ്ട് ഈ ചരിത്ര നിർമ്മിതിയെക്കുറിച്ചുള്ള, ഇപ്പോഴുണ്ടാകുന്ന ചരിത്ര നിർമ്മിതിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഒബ്സർവേഷൻ, നമ്മളിപ്പോൾ ഒന്ന് ഒരു ബുക്ക് ഷോപ്പിൽ പോവുകയാണെങ്കിൽ, എയർപോർട്ടിലെ ബുക്ക് ഷോപ്പിൽ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്ന നോൺ ഫിക്ഷൻ ബുക്കുകൾ ഒരു പുതിയ തരത്തിലുള്ള ചരിത്ര നിർമ്മിതിയുടെ ബുക്കുകളാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലറായിട്ടുള്ള പുസ്തകങ്ങൾ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഒരു റാക്കിൽ ഒരു 10 പുസ്തകം കാണുകയാണെങ്കിൽ ഒരു സായി ദീപകിൻ്റെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഉണ്ട്, അല്ലെങ്കിൽ വിക്രം സമ്പത്തിൻ്റെ നമ്മുടെ സാവർക്കറിനെ കുറിച്ചുള്ള ഒരു വോളിന്യൂസ് ആയിട്ടുള്ള ബുക്കുണ്ട്, അല്ലെങ്കിൽ അമീഷിൻ്റെ പോലത്തെ വളരെ സോഫ്റ്റായിട്ട് നമ്മളറിയാത്ത രീതിയിൽ അജണ്ടകൾ കയറ്റിവിടുന്ന ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അത് വിൽക്കുന്നുമുണ്ട്, അത് ആൾക്കാർ വായിക്കുന്നതുകൊണ്ടാണ് ഇത് വിൽക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സിൻ്റെ ടോപ്പ് സെല്ലിംഗ് നോൺ ഫിക്ഷനകത്ത് ഈ പുസ്തകങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഞാനും സ്വരാജും എൻ്റെ ജനറേഷനും അല്ലെങ്കിൽ അതിന് ഒരല്പം മുമ്പുള്ള പ്രൊഫസറുടെ ജനറേഷനും ഒക്കെ പഠിച്ച ഒരു രാഷ്ട്രീയത്തെക്കാൾ നമ്മുടെ കുട്ടികൾ ഇന്ന് ചുറ്റും കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ഈ ഒരു പുതിയ ചരിത്രമാണ്. അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലേക്കാണ് ശ്രീ PRS വിരൽ ചൂണ്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റെല്ലാം പോലെ തന്നെ ഈ അഭിരുചികളുടെ നിർമ്മാണം അല്ലെങ്കിൽ വായനക്കാരെ സൃഷ്ടിച്ചെടുക്കൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്, വായനയുടെ ലോകത്തും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വായിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കാത്ത സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എയർപോർട്ടിലായാലും അല്ലെങ്കിൽ ബെസ്റ്റ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന പല പുസ്തകങ്ങളും ആ നിലയിൽ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പുസ്തകങ്ങളാണ്. പഴയ കാലത്ത്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഗ്രാമീണ വായനശാലകളായിരുന്നു നമ്മുടെ ഒരു ആശ്രയം എന്ന് പറയുന്നത്. ഞാനൊക്കെ എറണാകുളത്ത് ചങ്ങമ്പുഴ വായനശാല, എടപ്പള്ളി ചങ്ങമ്പുഴ വായനശാലയിലാണ് പുസ്തകങ്ങൾ വായിച്ചിരുന്നത്. കാശുള്ളപ്പോൾ വീട്ടിൽ പുസ്തകം വാങ്ങും, അല്ലാത്തപ്പോൾ വായനശാലയിൽ പോയി വായിക്കും. വാസ്തവത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അറിവിൽ തന്നെ ആ സ്വാതന്ത്ര്യമില്ല. വായന എന്നുള്ളത് മാത്രമല്ല, അറിവ് തന്നെ. ഇപ്പോൾ ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമുക്കറിയാം, അറിവ് വളരെ എളുപ്പത്തിൽ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് എന്നൊരു ധാരണയിലാണ് ഇന്നിപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഗൂഗിൾ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി എല്ലാം സത്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിവിനെ തിരഞ്ഞെടുക്കാനും വായനയെ തിരഞ്ഞെടുക്കാനും പുസ്തകങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു ബോധം ആളുകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ എന്താണ് വായിക്കുന്നതെന്നും എന്താണ് വായിക്കേണ്ടതെന്നും ഒരു ഒട്ടും നിഷ്കളങ്കമായിട്ടല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. അറിവിനെ പ്രചരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ കൈമാറ്റം ചെയ്യുന്നതോ നിഷ്കളങ്കമായിട്ടല്ല സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായനയെ സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ രാഷ്ട്രീയം, അത് പുസ്തകങ്ങളുടെ ഉള്ളടക്കത്തിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല, വായനയുടെ രാഷ്ട്രീയം, അറിവിൻ്റെ രാഷ്ട്രീയം, അത് ഈ ഒരു കമ്പോളവൽകൃത കാലഘട്ടത്തിൽ നന്നായി പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. വായനയിൽ നിന്ന് ആളുകൾ മാറുന്നോ ഇല്ലയോ എന്നുള്ളത്, ആളുകൾക്ക് അറിവ് ആവശ്യമാണ്, അതേത് വിധേനയും അവർ സ്വന്തമാക്കും. പക്ഷെ ആ അറിവ് എങ്ങനെയാണ് ശരിയായ അറിവ് നേടുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അന്വേഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം ആവശ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നവീകരിക്കുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ വെള്ളത്തെക്കുറിച്ച്
സംസാരിക്കുകയാണ് എന്നിരിക്കട്ടെ. വെള്ളം ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ വിഷം കലർന്ന വെള്ളം അങ്ങനെയല്ല എന്നൊരു പ്രശ്നം വരും. പക്ഷെ നമ്മൾ വെള്ളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വിഷം കലർന്ന വെള്ളം എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് കുടിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ അതിൽ വേറെ മാർഗമുള്ളൂ. അപ്പോൾ നാണയങ്ങൾ ഉള്ളിടത്തൊക്കെ കള്ളനാണയങ്ങളുണ്ടാവും. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നവീകരിക്കപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വിപരീത ദിശയിൽ നയിക്കാൻ വേണ്ടി തയ്യാറെടുത്തിട്ടുള്ള പുസ്തകങ്ങളുടെ നിർമ്മാണവും നടക്കും. അത് പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ പരാമർശിക്കേണ്ടതില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ആ ദിശയെക്കുറിച്ച് പറയാതിരുന്നത്. ഇപ്പോൾ എല്ലാറ്റിനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഈ കുറച്ച് നാൾ മുമ്പ് വലിയ വിവാദമായിട്ട് കേരളത്തിൽ ഉയർന്നു വന്ന ഒരു വിഷയമായിരുന്നു മിത്ത്. ഗണപതി മിത്താണോ തുടങ്ങിയിട്ടുള്ളൊരു വിഷയം വന്നിട്ട് ആ സമയങ്ങളിൽ നിരീക്ഷിച്ചാൽ തോന്നും മിത്ത് എന്ന് പറഞ്ഞ ഒരു വലിയ തെറിയാണ് എന്ന് തോന്നും ആളുകൾക്ക്. അറിയാത്ത ആളുകൾക്ക് എന്തോ ആക്ഷേപിച്ചു. സത്യത്തിൽ ഒരു എല്ലാ ജനതയുടെയും സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് മിത്തുകൾ, ഐതിഹ്യങ്ങൾ ഇതെല്ലാം സാംസ്കാരിക സമ്പത്താണ്, യാതൊരു സംശയവും. അത് ചിലപ്പോൾ വിശ്വാസമായിട്ട് വളരുകയും ചെയ്യും. പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. പാഠപുസ്തകങ്ങളുടെ ഭാഗമായിട്ടും വരും. നമ്മളൊക്കെ പഠിച്ചിട്ടില്ലേ, രാമായണവും മഹാഭാരതവും മറ്റെല്ലാം സ്കൂളിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിലെന്ത് തെറ്റ്? ഇതിലൊന്നും പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ എന്തായിരുന്നു പ്രശ്നം എന്ന് പറയുന്നത്, സയൻസ് കോൺഗ്രസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ചില വാർത്തകളുടെ പശ്ചാത്തലത്തിൽ വിമാനം കണ്ടുപിടിച്ചത് ആര് എന്നൊരു ചോദ്യത്തിന് റൈറ്റ് സഹോദരന്മാർ എന്നതിന് പകരം പുഷ്പവിമാനത്തെക്കുറിച്ച് എഴുതണം എന്ന നിലയിലേക്ക് സമൂഹത്തെ നയിക്കുന്ന ചില ഇടപെടലുകൾ വന്നപ്പോഴാണ് അത് വിവാദവും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. സത്യത്തിൽ അത് ഈ വിശ്വാസത്തിന് തന്നെ എതിരാണ്. ഇപ്പോൾ നാട്ടിലെല്ലായിടത്തും ഇപ്പോൾ ഭാഗവത സപ്താഹമൊക്കെ നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഭാഗവതം വ്യാസനാൽ രചിക്കപ്പെട്ടതാണല്ലോ. വ്യാസൻ മഹാഭാരതം രചിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൃപ്തി തോന്നിയില്ല എന്നാണ് പറയുന്നത്. എന്തോ ഒരു കുറവ് തോന്നി. അപ്പോൾ ഈ കാര്യം നാരദനോട് പങ്കുവെച്ചപ്പോൾ നാരദരുടെ ഉപദേശമാണ് അവതാര കഥകൾ വിശദമായിട്ട് എഴുതുക, അപ്പോൾ ഈ സംതൃപ്തി വരും എന്നാണ്. അങ്ങനെയാണത്രേ ഭാഗവതം എഴുതിയതായിട്ട് സങ്കല്പം. അത് അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ശുഗബ്രഹ്മ മഹർഷിക്ക് പകർന്നു കൊടുത്തു എന്നാണ് പറയുന്നത്. അരണി കടഞ്ഞപ്പോൾ അഗ്നിയിൽ നിന്നുണ്ടായ പുത്രനാണ് ശുഗൻ എന്നാണ് സങ്കല്പം. ഇതൊക്കെ സങ്കല്പമാണ്, നമ്മുടെ ഐതിഹ്യങ്ങളുടെ ഒക്കെ ഒരു ഭാഗമാണ്. ആ ശുഗനാണ് പിന്നീട് ശുഗബ്രഹ്മ മഹർഷിയാണ് മുനിശാപഗ്രസ്തനായിട്ട് ഗംഗാതീരത്ത് നിരാശാഭരിതനായിരിക്കുന്ന പരീക്ഷത്തിന് ഇത് പകർന്നു കൊടുക്കുന്നത്. അത് 7 ദിവസം കൊണ്ട് പകർന്നു കൊടുത്തു എന്നാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് തോന്നിയ സപ്താഹ എന്നൊക്കെ. അത് പോട്ടെ, ഞാനിവിടെ പരാമർശിച്ച ഒരു കാര്യമുള്ളൂ. പരീക്ഷത്തിന് ഇത് പകർന്നു കൊടുത്തതിന് ശേഷം ശുഗൻ ഒരു ശ്ലോകം ചൊല്ലുന്നുണ്ട് ഭാഗവതത്തിൻ്റെ ഭാഗമായിട്ട്. ആ ശ്ലോകം ഏതാണ്ട് ഇങ്ങനെയാണ്: കഥായിമാസ്തെ കഥിതാ മഹീയസാം വിദായ ലോകേഷു യശഃ പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വജോ വിഭൂതിർന തൂ പരമാർത്ഥ്യം. എന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞതെല്ലാം, ഈ 7 ദിവസമായിട്ട് നിനക്ക് പകർന്നു തന്ന ഈ അവതാര കഥകളെല്ലാം നിന്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ എന്നാണ്. നിന്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു പുസ്തക വായന പോലെയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് സത്യമാണെന്ന് നീ ധരിക്കരുത്. അതാണ് അടുത്ത വരി. ഇത് സത്യമാണെന്ന് നീ ധരിക്കരുത്, വെറും വാഗ്വിലാസങ്ങൾ മാത്രം. ഇതാണ് പറയുന്നത്, മനസ്സിലായി? ഭാഗവതത്തിൽ തന്നെ പറയുന്നതാണ്. പക്ഷേ ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ പറയുകയാണ് ഇതൊന്നും കഥയല്ല, ഇതൊന്നും ഐതിഹ്യമല്ല, ഇതൊന്നും സങ്കല്പമല്ല, വിമാനം കണ്ടുപിടിച്ചത് രാവണൻ തന്നെയാണെന്ന് പറയുകയും പരീക്ഷ എഴുതാൻ അങ്ങനെ കുട്ടികൾ തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ ലോകം നമ്മളെ പുച്ഛിക്കും. അതാണ് ഇത്. വിശ്വാസത്തിൻ്റെ പ്രശ്നമോ മിത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. ലോകം നമ്മളെ പുച്ഛിക്കും. ഇരുളടഞ്ഞ ഒരു ഇടമാണല്ലോ ഇന്ത്യ എന്ന് നമ്മളെ അവഹേളിക്കും. അപ്പോൾ അതുകൊണ്ട് ആഴത്തിലും വായിക്കാം, പരപ്പിലും വായിക്കാം. എൻ്റെ അഭിപ്രായം അങ്ങനൊരു ചർച്ചാ വിഷയങ്ങൾ ആഴത്തിലും പരപ്പിലും ഒക്കെ വായിക്കാം. പക്ഷെ വായിക്കുമ്പോൾ നമ്മുടെ സ്വതന്ത്രമായ ചിന്ത, യുക്തിബോധം, മനുഷ്യത്വം, സാഹോദര്യം, കരുതൽ, ഇത്തരത്തിലുള്ള മൗലിക വികാരങ്ങളെ മാറ്റിവെക്കാതെ വായിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ സാംസ്കാരിക സമ്പത്തായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ആ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊള്ളുകയും അതെല്ലാം നാടിൻ്റെ അഭിമാനമാണ്, ഇന്നലകളുടെ സാംസ്കാരിക ശേഷിപ്പുകളാണ്. അതിന് സഹായകരമായ രീതിയിലുള്ള വായനയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലത് എന്ന് കരുതുന്നു. ആ ഒരു ഉത്തരത്തിന് ശ്രീ ശിവശങ്കറിന് എന്തായാലും ഒരു മറുപടി കാണും. എന്നെ ചില ഉത്തരത്തിലേക്ക് വലിച്ചഴപ്പിക്കുകയാണ് ഈ ചർച്ച. ഞാൻ സംസ്കൃതമേ പറയില്ലെന്ന് വാശി പിടിച്ചു വന്നതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം വിവേകാനന്ദനാണെന്ന് പറയാൻ നിശ്ചയിച്ചാൽ ഞാൻ പിന്നെ സ്വരാജ് അടുത്തിരിക്കുന്നതുകൊണ്ട് വേണ്ട, ഇനി അതുമ്മ കയറി പിടിക്കണ്ട എന്ന് വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ച്
വിവേകാനന്ദനെ വരെ മാറ്റിവെച്ച് സത്യസന്ധനായി നിൽക്കുമ്പോൾ ഭാഗവതത്തിലേക്കാണ് എന്നെ കൊണ്ട് ഉന്തിയിട്ടേക്കുന്നത്. ഏതായാലും എനിക്ക് സന്തോഷമായി. ഭാഗവതത്തിൻ്റെ ഒരു സത്ത സ്വരാജിൻ്റെ കൂടെ ഇരുന്ന് കേൾക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. ഏതായാലും സ്വരാജൊക്കെ വളരെ അടുത്തു. ഭാഗവതത്തിലെ ഒരു വാചകം സത്യമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. ഇനി ബാക്കി 99% സത്യമാണെന്ന് പറയാൻ അദ്ദേഹത്തിന് ചിലപ്പോൾ 15-20 വർഷം കഴിയേണ്ടി വരും. കാരണം പല മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഭാഗവതത്തിലെ ഒരു വാചകം സത്യമാണ്, അതാണ് ശരി എന്ന് സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു ചരിത്ര പ്രശ്നം കൂടിയുണ്ട്. ഈ രാമായണത്തിൽ കപാലിയുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് ജീവിതത്തെക്കുറിച്ച്. കപാലി നാസ്തികനായിരുന്നു, സമ്പൂർണ്ണമായ നാസ്തികനായിരുന്നു. രാമനോട് തിരിച്ചു വരാൻ പറഞ്ഞുകൊണ്ട് കപാലി പറയുന്ന ചില ന്യായങ്ങളുണ്ട്. കേട്ട് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ സ്വരാജ് വരെ കപാലിയുടെ ആരാധകനായി പോകും. അത്ര ശക്തമായ രീതിയിലാണ് രാമായണത്തിൽ ദശരഥനെ കൊന്നുകളയണം, താനെന്തിനാണ് ഇങ്ങനെ കാട്ടിക്കിടക്കണത്, തനിക്ക് വേറെ പണിയില്ലേ, താനല്ലേ യഥാർത്ഥ യുവരാജാവ്, അച്ഛനാരാണ്, അച്ഛനെ അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, താൻ അച്ഛനാണെന്ന ഉറപ്പ്, ദശരഥൻ അച്ഛനെന്ന ഉറപ്പ്. ഇത്തരത്തിൽ കപാലി പറയുന്ന ദീർഘമായൊരു ഭാഗമുണ്ട്. അത് വായിച്ചിട്ട് പറയുകയാണ് രാമായണത്തിൻ്റെ ലക്ഷണമൊത്ത ഏരിയ ഈ കപാലിയുടെ എക്സ്പ്ലനേഷനാണ് എന്ന് ഒരാൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും അയാൾക്കത് വിചാരിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്നതാണ്. ഓരോരുത്തർക്ക് വാട്ട് യു സീ വാട്ട് യു വാണ്ടഡ് ടു സീ എന്നൊരു ചൊല്ലുണ്ട്. നിങ്ങൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് രാമായണത്തിലും ഭാഗവതത്തിലും മാത്രമൊന്നല്ല. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു നിഴൽ കണ്ടാൽ പാമ്പായി ഭയമുള്ളവൻ ഭയക്കും. അത് പാമ്പല്ല എന്നും അതിനൊരു നിഴലാണെന്നും വിശ്വസിക്കേണ്ടവൻ അങ്ങനെയും വിശ്വസിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതായാലും ഭാഗവതത്തിലെ ഒരു വാചകത്തിലല്ല, അതിൻ്റെ രത്നച്ചുരുക്കത്തിൽ അതെന്താണോ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്ന സത്യം, അല്ലെങ്കിൽ മഹത്തായ സത്യം, കാലാകാലങ്ങളായി ചരിത്രപരമായി നിൽക്കുന്ന സത്യം എന്ന കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ പറയാനുള്ളത്. രണ്ട്, നേരത്തെ ടീച്ചർ പറഞ്ഞൊരു കാര്യവും എനിക്കാണ്, അത് ടീച്ചറാണോ ശബരിയാണോ പറഞ്ഞത് എനിക്ക് സംശയമുണ്ട്. വി ഹാവ് ടു ഡിസ്റ്റർബ് സംതിങ്. ഈ കാലഘട്ടത്തിൽ യുവാക്കൾ അല്ലെങ്കിൽ നവവായനക്കാർ ചിലതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കുറേ നാളുകളായിട്ട് പഠിച്ചത് അത് ചരിത്രപരമായ കാരണങ്ങളാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളോ അത് ഏതെങ്കിലും അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഒരു പുസ്തകശാലകളുടെയോ പുസ്തകങ്ങൾ മാത്രം നൽകുന്ന അറിവുകളുടെ തടവറയിൽ നിന്നുകൊണ്ട് ലോകത്തെ കണ്ട ഒരു തലമുറയുണ്ടായിരുന്നു. ഒരുപക്ഷെ ഞാനൊക്കെ തുടക്കത്തിൽ പ്രഭാത് ബുക്ക് ഹൗസും അതുപോലെ തന്നെ സ്ഫുടനിക്കുമൊക്കെ വായിച്ച് ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം നമ്മൾ സ്വപ്ന ലോകത്ത്, അല്ലെങ്കിൽ സ്ഫുടനിക്ക് വരുമ്പോൾ അതിൻ്റെ മണം വരെ, ആ റഷ്യൻ പുസ്തകത്തിൻ്റെ മണം വരെ നമ്മളെയൊക്കെ ആകർഷിച്ചിരുന്നൊരു കാലമുണ്ടായി. പൂമ്പാറ്റയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമുക്ക് ആഗ്രഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ എന്താണോ തേടാൻ ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് പോയി വായനകളെ, ഇപ്പോൾ കിൻഡിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പൈസ കൊണ്ട് ഇന്ന് അമേരിക്കയിൽ ഇറങ്ങുന്ന പുസ്തകം നമുക്ക് സെക്കൻഡുകൾ നമുക്ക് കിട്ടും. പക്ഷേ ഒരുപക്ഷെ അത് കൊറിയർ കിട്ടാൻ പോലും നമുക്കൊരു 1 മാസമൊക്കെ പിടിക്കുന്ന. എനിക്ക് വിചിത്രമായ കാര്യമുണ്ട്. ഞാനൊരു ആമസോണിൽ വിട്ടപ്പോൾ എനിക്ക് വന്ന പുസ്തകം സ്പാനിഷ് ഭാഷയിലായി പോയി. ഞാൻ ചിലപ്പോൾ ഞാൻ സെലക്ട് ചെയ്തായി പോയതായിരിക്കാം, തെറ്റിപ്പോയി. വന്നത് 1 മാസം കഴിഞ്ഞ് സെലക്ട് ചെയ്ത് കിട്ടിയ പുസ്തകം സ്പാനിഷ് ഭാഷയിലായി പോയി. അപ്പോൾ അത്തരത്തിലുള്ള ഇതുപോലും ഇല്ലാതെ നമുക്ക് വായനയുടെ ഒരു വലിയ ലോകം തുറന്നു വിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലാണ്ട് പുതിയ വായനകളെ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വായനകളെ തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2, അന്നും നമ്മളെ നിഷ്കളങ്കമായല്ല ചില വായനകൾ എത്തിച്ചത്. ശബരി, ക്യാൻ ഐ ടേക്ക് 2 minutes? നിഷ്കളങ്കമായാണ് എല്ലാ കാലഘട്ടത്തിലും വായനകളെ അല്ലെങ്കിൽ പുസ്തകങ്ങൾ നമ്മളെ നയിച്ചിരുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കരുത്. ആ കാലഘട്ടത്തിലെല്ലാം നല്ലതായിരുന്നു, ഒരു കാലഘട്ടത്തിലെല്ലാം സത്യസന്ധമായിരുന്നു. ഇന്നാണ് നമ്മളെ കമ്പോളവൽക്കരണം നടത്തുന്നത്. അന്നും രാഷ്ട്രീയവൽക്കരണവും കമ്പോളവൽക്കരണവും ഉണ്ടാകുന്നു. അന്ന് ഒരുപക്ഷെ നമ്മൾ അറിയാതെ അത് നടത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം. 2, ഞാൻ ചരിത്രത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളീ പറിക്കുന്ന ചരിത്രങ്ങൾ പലതും യഥാർത്ഥ സത്യമല്ല. ഞാൻ ഭാഗവതത്തെക്കുറിച്ച് തോണ്ടിയത് കൊണ്ട് ഞാൻ പറയുകയാണ്, ചെഗുവേരയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പോലും മലയാളത്തിലെ പുസ്തകങ്ങൾ വായിച്ചാൽ തെറ്റാണ്. ചെഗുവേരയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്വരാജ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പറയും, അത് ചിന്താ ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു ഡേറ്റ് ഓഫ് ബർത്താണ്. പക്ഷേ അതല്ല എന്ന് ഇംഗ്ലീഷിലൊരു 10ഓളം പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ പഠിപ്പിക്കില്ല. ഞാനൊരു കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത്തരത്തിൽ ചെഗുവേരയുടെ മാത്രമല്ല പല കാര്യങ്ങളും നമ്മളെ പുസ്തകങ്ങൾ പഠിപ്പിച്ചത് തെറ്റാണ് എന്ന് നിരന്തരമായ വായന അല്ലെങ്കിൽ ആഴത്തിലുള്ള വായന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് കുടിവെള്ളത്തിൻ്റെ ഒരു ഉദാഹരണം പറയുമ്പോൾ നല്ല കുടിവെള്ളവും കൂടിയുണ്ട്. ഇന്ന് ലോകത്ത് കിട്ടുന്ന കുടിവെള്ളങ്ങൾ, അല്ലെങ്കിൽ സുലഭമായി കിട്ടുന്ന കുടിവെള്ളങ്ങൾ, അല്ലെങ്കിൽ പണ്ട് നമ്മളുടെ കുടിവെള്ളങ്ങൾ കിട്ടുന്ന ജലധാരകളെല്ലാം
അന്യമായിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അതിലും വിഷമുണ്ട്, കൂടുതൽ നല്ല വെള്ളം, ബിസ്ലരിയും അല്ലെങ്കിൽ കുപ്പിവെള്ളം അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള കൂടുതൽ മിനറൽ വാട്ടർ, അതിൽ കൂടുതൽ ജീവനെ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതായ അത്തരത്തിന് വെള്ളങ്ങളെ പുതിയ കണ്ടുപിടുത്തങ്ങൾ സൃഷ്ടിച്ച് നമ്മളുടെ മുന്നിലുള്ളപ്പോൾ പഴയ കുടിവെള്ളങ്ങളെ മാത്രം വിശ്വസിക്കേണ്ട, നല്ല കുടിവെള്ളങ്ങൾ കുടിക്കുവാനും അതിൽ നിന്ന് കൂടുതൽ നല്ല ചിന്തകൾ വരണവും എന്നുകൂടിയാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രതീക്ഷയും. അങ്ങനെയുള്ള യുവതലമുറ കൂടുതൽ മിനറൽ വാട്ടറും എല്ലാം കുടിച്ച് കൂടുതൽ ബുദ്ധിയുള്ള തലമുറ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു. ഞാനിതൊന്ന് പ്രോബ് ചെയ്യാൻ ചോദിച്ചതാണ്. എന്തായാലും അത് ഇതിനപ്പുറത്തേക്ക് ഇനിയും അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകേണ്ട എന്നുള്ളതാണ് ഒരു മോഡറേറ്റർ എന്ന നിലയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്വവും. അതിനുശേഷം നമുക്കിനി ഒരു ആളുകളുടെ ചോദ്യം കൊടുക്കേണ്ടത്. അവസാന ചോദ്യം എൻ്റെ ഭാഗത്ത് നിന്ന്, ഒരു സാധാരണ രാഷ്ട്രീയക്കാർക്ക് മറ്റാളുകളെ പോലെ വായനയുടെ ഒരു ലക്ഷറി കുറവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കങ്ങനെ പറ്റുന്നില്ല. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നൊരു പുസ്തകം തിരക്കുകൾ കാരണം ഇപ്പം ഇന്ദുവോവൻ്റെ ആനോ ഞാൻ വായിച്ച് 200 പേജാക്കിയിട്ട് ഇപ്പം 2 ആഴ്ചയായി. പിന്നെ തിരക്കുകൾ വായിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ടൈം ക്രമീകരണത്തിൻ്റെ പ്രശ്നവുമുണ്ട്. അപ്പം വായിക്കുന്ന ഒരു സ്റ്റൈൽ എങ്ങനെയാണ്? നിങ്ങളുടെ വായിക്കുന്ന സ്റ്റൈൽ എങ്ങനെയാണ്? ഈ വായിക്കുന്നത് പലപ്പോഴും നമ്മൾ രാഷ്ട്രീയക്കാർക്ക് ഈ നിവേദനം വരും, ആളുകൾ വന്ന് കാണും, സർക്കാർ പേപ്പറുകൾ വായിക്കണം. അത് വായിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. ആ വായിക്കുന്ന സ്റ്റൈലിലാണോ അതോ നിങ്ങൾ വായിക്കുന്ന സമയത്ത് വേറൊരാളായിട്ട് രൂപാന്തരപ്പെട്ട് 100% അതിൽ ഇൻവോൾവ് ചെയ്തുള്ള വായനയാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിനോടൊപ്പം എല്ലാ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യമുള്ള, സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യമുള്ള ആളുകൾ നിർബന്ധമായി വായിക്കേണ്ട ഒരു പുസ്തകം എന്തായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ സജഷൻ? നേരത്തെ ശ്രീ ശിവശങ്കർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ ഈ മിനറൽ വാട്ടറും കുപ്പിവെള്ളവും മാത്രം വിചാരിച്ചുകൊണ്ടിരുന്നാലേ നല്ല ശുദ്ധമായ കിണർ വെള്ളം കിട്ടും. സ്വന്തമായിട്ട് പ്രകൃതിയിൽ നിന്നുള്ള കിണർ വെള്ളം കിട്ടും. എന്താണോ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇത്, ചരിത്രത്തെ കുപ്പിയിലാക്കി കൊടുക്കുകയല്ല വേണ്ടത്. എന്താണോ ചരിത്രം അതിൻ്റെ വസ്തുനിഷ്ഠമായിട്ട് തന്നെ അതിനെ കാണുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ഈ കുപ്പിയിലാക്കി കൊടുക്കുന്നത് വേറൊരു തരത്തിലുള്ളൊരു കെണിയാണ്. അത് സാന്ദർഭികമായിട്ടത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. വായന എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഏറ്റവും സ്വകാര്യമായിട്ടുള്ളൊരു സന്തോഷമാണ്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ മുഴുവൻ സമയ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നഷ്ടപ്പെടുന്നത് ആ സന്തോഷങ്ങളും ആ ഒരു ഇടങ്ങളുമാണ്. പക്ഷെ വായിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ട്രെയിനാണ്. അത് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെയോ ഇനി ജനശതാബ്ദിയിൽ കോഴിക്കോട് വരെ പോവുകയാണെങ്കിൽ അതൊരു സൈഡ് സീറ്റ് കൂടെ കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷമായിട്ട് ഒരു അത്യാവശ്യമുള്ളൊരു പുസ്തകം തീർക്കാൻ പറ്റും. പിന്നെ പലപ്പോഴും നമുക്ക് അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് കുറച്ച് അക്കാഡമിക് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പതിയെ എൻ്റെ നോവൽ വായന കുറഞ്ഞിട്ടുണ്ട്. അതിനെനിക്കൊരു സങ്കടമുണ്ട്. പലപ്പോഴും പുതിയ നോവലൊക്കെ പലരും അഭിപ്രായം പറയുമ്പോൾ വായിച്ചില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ കുറച്ച് അക്കാഡമിക് താല്പര്യമുള്ളത് കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇന്ന രാഷ്ട്രീയം ഒന്നുമല്ല, ഞാൻ എല്ലാം വായിക്കാറുണ്ട്. എൻ്റെ അധ്യാപകൻ ശ്രീ ശബരിനാഥിൻ്റെ അമ്മ സുലേഖ ടീച്ചറിൻ്റെയും എൻ്റെയും PhD ഗൈഡ് ഒരാളായിരുന്നു വേലായംപിള്ള സാറ്. സാർ ആദ്യം എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ പുസ്തകങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ മുൻവിധിയോടെ സമീപിക്കരുത്. വായന ഒരു പരിശീലനം ആവശ്യമാണ്. അപ്പം ഞാൻ അതുവരെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം വായിച്ച് വന്നപ്പോൾ ഞാൻ CV രാമപിള്ളയെക്കുറിച്ചാണ് ഗവേഷണം നടത്തിയത്. എനിക്ക് ഒരു താല്പര്യമില്ലാത്തൊരു മേഖലയായിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അദ്ദേഹം എന്നെക്കൊണ്ട് അത് ഗവേഷണം നടത്തിച്ചപ്പോൾ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞ അതാണ്. അപ്പോൾ ആ വായനയ്ക്ക് ഇപ്പോൾ ഞാനൊരു മുൻവിധി കൽപ്പിക്കാറില്ല. പക്ഷെ എങ്കിലും എൻ്റെ രാഷ്ട്രീയത്തിന് ഞാൻ ഇടപെടുന്ന കാര്യങ്ങൾക്ക് സഹായകരമായ രീതിയിലുള്ള പുസ്തകങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം ഹൗ ദ ഫീമെയിൽ ബോഡി ഡ്രോവ് ഇൻ 2 million years ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ എന്നുള്ളതാണ്. എന്ന പേരിൽ, അതാണ് അതിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. കാറ്റ് മോഹനാൻ എഴുതിയ വളരെ രസകരമായിട്ടുള്ള ഫീമെയിൽ ബോഡിയുടെ, അതായത് ആദ്യത്തെ തിമിംഗലത്തിൻ്റെ ആ മാമൽ മുതലുള്ള ഇങ്ങോട്ടുള്ള ഹ്യൂമൻ ബോഡിയിൽ സ്ത്രീകളുടെ ബോഡി എങ്ങനെയാണ് ഈ മനുഷ്യപരിണാമത്തിന് വലിയ സംഭാവന നൽകിയെന്നുള്ള 100-100 പേജുണ്ട്. ഈ പറഞ്ഞ പോലെ അത് ഒന്ന് എപ്പോഴും വിഷമമാണ്. ഇതിങ്ങനെ ഇരിക്കണ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്, സമയം കിട്ടുന്നില്ല എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ചോദിച്ച ചോദ്യത്തിന് അത് 2-3 പുസ്തകം വായിക്കണം. ഒന്ന് ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ, അത് വായിക്കേണ്ട ഒരു പുസ്തകമാണ്. 2 EMSൻ്റെ പുസ്തകങ്ങൾ, കേരളത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ EMSൻ്റെ പുസ്തകം വായിക്കണം. 3 ഡോക്ടർ അംബേദ്കർ.
അത് വായിക്കേണ്ട ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ നിലയിലുള്ളൊരു തുറന്ന സമീപനം രാഷ്ട്രീയത്തിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചോളം ഉണ്ടാവണം എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. വളരെ സ്ട്രേഞ്ച്ലി എൻ്റെ മനസ്സിലുണ്ടായിരുന്നതും ഇതേ പേരുകളായിരിക്കും. നെഹ്റുവിൻ്റെ ആണെങ്കിലും EMS ആത്മകഥയാണെങ്കിലും അംബേദ്കറിൻ്റെ നരേഷൻ ഓഫ് കാസ്റ്റ്. വെരി ഇൻട്രസ്റ്റിംഗ്. ചുമ്മാ ഒരു തമാശ മറുപടി ശിവശങ്കർ ഈ ഇല്ല, ഒരു തമാശ എന്ന് പറഞ്ഞതാ. നമ്മുടെ ഈ കുപ്പിവെള്ളം എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ പ്രകൃതി വിഭവങ്ങളെ കോർപ്പറേറ്റുകൾ ചൂഷണം ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വാണിജ്യ സംസ്കൃതിയുടെ കൂടി ഭാഗമായിട്ടാണ്. മാത്രമല്ല, കുറച്ച് നാൾ മുമ്പ് റിപ്പോർട്ടിൽ കണ്ടത് ഈ മിനറൽ വാട്ടറിൻ്റെ ഇതിൽ പെസ്റ്റിസൈഡ്സിൻ്റെ അംശം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ഞാൻ ശിവശങ്കറിനെ ഓർമ്മപ്പെടും. തമാശ പറഞ്ഞത് ആ ഒരു വാചകം കൂടി അതിനോട് ചേർത്ത് പറയാനുള്ളത്, അദ്ദേഹം ഇവിടെ രാമായണത്തെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഏത് രാമായണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമാണ്. നിങ്ങൾ ഏത് രാമായണമാണ് വായിക്കുന്നത്? ഏത് രാമായണത്തെക്കുറിച്ച് ചർച്ച ചെയ്യും? ഡോക്ടർ AK രാമാനുജൻ്റെ ഡോക്ടറൽ തിസിസിൻ്റെ തലക്കെട്ട് ഡോക്ടറൽ തിസിസ് തന്നെയാണ് തോന്നുന്നു. 300 രാമായണങ്ങളാണ്. ഇപ്പം തായ്ലാൻഡിൽ രാമായണം രാമകീൻ എന്നാണ് പറയുക. തായ്ലാൻഡ് രാമായണം, തായ് രാമായണം, രാംകീൻ സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്ത സത്യവ്രത ശാസ്ത്രികൾ, അദ്ദേഹം ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വന്നിരുന്നു. അതിൻ്റെ മലയാള പരിഭാഷ അദ്ദേഹം എനിക്ക് തിരികെയുണ്ടായി. അപ്പോൾ വേറെ വ്യത്യസ്തമായ ഒരു രാമായണം, കുറച്ച് വ്യത്യാസങ്ങളുള്ളൊരു രാമായണം നമുക്ക് കാണാൻ പറ്റും. അറബിയിലൊരു രാമായണമുണ്ട്, കാമിൽ കൈലാണിയാണെന്ന് തോന്നുന്നു അത് എഴുതിയത്. ഒരുപാട് രാമായണങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഇതെല്ലാം വായിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം വായിക്കുകയും അതിൻ്റെ വീക്ഷണങ്ങൾ പങ്കുവയ്ക്കുകയും ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞു, ചെയ്യരുതെന്നല്ല. എനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹം ആ ചർച്ചയിലേക്ക് വന്നു. ചർച്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. അങ്ങനെ ചർച്ച ചെയ്യാവുന്ന, വായിക്കാവുന്ന, തർക്കിക്കാവുന്ന നമ്മുടെ നാടിൻ്റെ ഒരു ഈടുവെപ്പാണ്, അതിന് സംശയമില്ല. ആകെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത് സാന്ദർഭികമായിട്ടാണെങ്കിലും പറഞ്ഞു, വിവേകാനന്ദനെ പോലും മാറ്റി വെച്ചു എന്ന്. മാറ്റി വെക്കേണ്ടതല്ല വിവേകാനന്ദൻ, ഇവിടെ പറയേണ്ടതായിരുന്നു വിവേകാനന്ദൻ. അങ്ങ് വിവേകാനന്ദനെ മാറ്റി വെക്കരുത് എന്നാണ് അഭ്യർത്ഥന. വായനയെക്കുറിച്ച് ഇവിടെ പറഞ്ഞൊരു കാര്യത്തിലേ, ഇപ്പോൾ വായിച്ച ഏതാണ്ട് പൂർത്തിയായ ഒരു പുസ്തകം സാന്ദർഭികമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി പറയുന്നതാണ്. നമ്മുടെ കോഴിക്കോട് ഹരീന്ദ്രനാഥ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം എഴുതിയിട്ടുള്ള മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും എന്ന് പറഞ്ഞിട്ട് സാമാന്യം വലിയൊരു പുസ്തകമുണ്ട്. അത് ഞാൻ നിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യ ഭാഗം 1915 വരെ, ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത് വരെയുള്ള ഭാഗമാണ്. ജനനം മുതൽ 1915 വരെയുള്ളതാണ്. നമുക്ക് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് എന്ന് വായിച്ചു കഴിഞ്ഞപ്പോഴും തോന്നിയതാണ്. പിന്നെ വായനയെക്കുറിച്ചുള്ള ഒരു വായനയുടെ രീതികളെക്കുറിച്ച് ഇത് നിവേദനം വായിക്കുന്ന പോലെ പുസ്തകം വായിക്കണോ, മറ്റേ എങ്ങനെയാണ് അതിൻ്റെ, എന്നെ സംബന്ധിച്ച് അതൊക്കെ വ്യക്തിയിഷ്ടമാണല്ലോ. എന്നെ സംബന്ധിച്ച് പുസ്തകമാണ് തീരുമാനിക്കുക, ഞാനല്ല ഇതെങ്ങനെ വായിക്കണം എന്നുള്ളത്. എൻ്റെ അനുഭവത്തിൽ ഒരു പുസ്തകത്തിൻ്റെ ആദ്യ പേജ് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ വായനാ രീതിയെ ആ പുസ്തകം നിർണ്ണയിക്കും. ചിലപ്പോൾ അതോടുകൂടിയിട്ട് അവസാനിപ്പിക്കും, ആദ്യത്തെ ഒരു പേജോടുകൂടി. ചിലപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറും. ചിലപ്പോൾ ചില കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വായിക്കും. പുസ്തകമാണ് വായനയുടെയും രീതിയെ നിർണ്ണയിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അനുഭവം. ശിവശങ്കർ, ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം, എനിക്കറിയാം സമയം ഏതാണ്ടായി. അപ്പോൾ അഭിലാഷ കരിപ്പൊട്ടി ചാനൽ ഡിസ്കഷൻ്റെ ബുദ്ധിമുട്ട് എനിക്കിത് മനസ്സിലായി. അപ്പോൾ എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ 30 സെക്കൻഡ് പറഞ്ഞിട്ട് ഈ പോയിന്റിലേക്ക് പറഞ്ഞു. അഭിലാഷ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച കാര്യങ്ങൾ. അഭിലാഷ് മാത്രമല്ല, വേറെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. ഇനി അത് വേറെ രീതിയിൽ ഞാൻ രാമായണത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. നമുക്ക് 300 350 കാഫ്കയുടെ രാമായണത്തിൽ 200 ചില്ലാൻ രാമായണം അല്ലേ കാഫ്കെ പറഞ്ഞത്, അങ്ങനെ ഒരു കഥയാണ്. ഏത് 300 രാമായണം വായിച്ചാലും വാൽമീകി രാമായണം അതിൻ്റെ മൂലം വായിച്ചിട്ട് അതിൽ രാമൻ എന്താണ്, അതിൽ വാൽമീകി രാമനെ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഗ്രഹിക്കുക എന്നതാണ് പ്രധാനം. അതല്ലാതെ വയനാടൻ രാമായണത്തിൽ സീത മറ്റവരുടെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു രാമായണ ചിന്തയോട് എനിക്ക് വിഷമില്ല. മൂലം വായിക്കുക, ഗോ ബാക്ക് ടു ദ ഒറിജിനൽ, റീഡ് ദ ഒറിജിനൽ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. മറ്റ് എല്ലാം വായിക്കാം, പക്ഷേ ഒറിജിനൽ വായിക്കാതെ, അതിൻ്റെ മൂലകൃതി വായിക്കാതെ മറ്റൊന്നും വായിക്കരുത് എന്നൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2, ഇത്തരത്തിലുള്ള ചെറിയ തെറ്റുകൾ, ഈ രാമായണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ലക്ഷ്മണരേഖ എന്ന് നമ്മൾ നിരന്തരം പറയാറുണ്ട്. പക്ഷേ മൂലത്തിൽ വാൽമീകി അങ്ങനെ ഒരു ലക്ഷ്മണരേഖയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല.
ലക്ഷ്മണരേഖ വരച്ചിട്ടില്ല. അതായത് ഇന്ന് സ്ത്രീകളുടെ എല്ലാം നിയന്ത്രിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ലക്ഷ്മണരേഖ എന്ന് പറയുന്ന ഒരു രേഖ ഒറിജിനൽ വാൽമീകി രാമായണത്തിലില്ല. അത് പല കുറിപ്പ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് ചരിത്രത്തിലും. നമ്മളുടെ എല്ലാം വിചാരം ചരിത്രം എഴുതിയതെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതൊക്കെ ശരിയാണ്. പക്ഷേ ഭഗത് സിംഗിനേക്കാൾ മുൻപിൽ നമുക്ക് കേരളത്തിലൊരു തീവ്രമായി കാര്യങ്ങളെ നിയന്ത്രിച്ചിരുന്ന വാഞ്ചിനാഥൻ എന്നുള്ള 25 വയസ്സുള്ള ഒരു വിപ്ലവകാരി ഉണ്ടായിരുന്നു. മജിസ്ട്രേറ്റിനെ തന്നെ റോബർട്ട് ആഷെ എന്നുള്ള ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് വന്ന ഒരു വിപ്ലവകാരി നമുക്കുണ്ടായിരുന്നു. ഭഗത് സിംഗിനും 10 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം വെടിവെച്ച് കൊന്നത്. പക്ഷേ ആ ചരിത്രം നമ്മളെ ആരാ പഠിപ്പിക്കാഞ്ഞേ? അതുപോലെ തന്നെ വക്കം പത്മനാഭപിള്ള ആരാ പഠിപ്പിക്കാഞ്ഞേ? അദ്ദേഹം ആക്രമിച്ച ബ്രിട്ടീഷ് പാലസ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബോൾഗാട്ടി പാലസിന് എന്തുകൊണ്ട് ഇപ്പോഴും ബോൾഗാട്ടി പാലസ് അല്ലെങ്കിൽ പത്മനാഭപിള്ളയുടെ പേര് വന്നില്ല? ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ചരിത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചരിത്രത്തെ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങളോ അല്ല, മറ്റ് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഗോ ബാക്ക് ടു ദ ഒറിജിനൽ, ഗോ ബാക്ക് ടു ദ ട്രൂത്ത്, ഗോ ബാക്ക് ടു ദ റൂട്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് വെള്ളമാണ് കൂടുതൽ നല്ലതെന്നും കമ്പോളവൽക്കരണമാണോ അല്ലയോ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാം ഏതാണ് നല്ലതെന്നുള്ളത്. ശിവശങ്കരനായിട്ടൊരു തർക്കത്തിനല്ല, ഞാൻ സൂചിപ്പിച്ചു അത്ര. ഏതാണ് മൂലം അത് തന്നെ തർക്ക വിഷയമാണ്. നമ്മൾ കരുതുന്നതാണ് ഒറിജിനൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സങ്കല്പമാണ്. അപ്പോൾ അതിൻ്റെ കാലപ്പഴക്കത്തെ സംബന്ധിച്ചൊക്കെ അങ്ങനെയുണ്ട്. അതൊരു കാര്യം. 2, മറ്റ് ഒരു കാര്യം, ഈ ചെഗുവേരയുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യം പറഞ്ഞു. പുള്ളി പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട് അതെ അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു ചെഗുവേരയെ കുറിച്ചൊരു പുസ്തകം തയ്യാറാക്കി. പക്ഷെ അതിൽ ഈ സൂചന കേട്ടപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്തിലെ പെശക്, അദ്ദേഹം പറഞ്ഞ ചില പുസ്തകങ്ങൾ പെശകായിട്ട് വേറൊരു ഡേറ്റ് ഓഫ് ബർത്ത് കാണും. ഡേറ്റ് ഓഫ് ബർത്തിന്റെ പേരിലേ അല്ല ചെഗുവേരയുടെ പ്രസക്തി. ചെഗുവേരയുടെ പ്രസക്തി എന്താണ്? അതാണ് പ്രശ്നം. ഞാനത് ഒരു തർക്കത്തിലേക്ക് കൂടുതൽ നീട്ടി ഞാൻ പോകുന്നില്ല. ചെഗുവേര വന്നായിരുന്നു നല്ലത്. എനിക്ക് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഡേറ്റ് ഓഫ് ബർത്ത് തൊട്ട് മരണം വരെ ഇത്രയേറെ കോംപ്ലിക്കേറ്റഡ് ആയ ജീവിതം എന്നാണ് എന്റെ പുസ്തകത്തിന്. ഞാൻ അവസാനിപ്പിക്കാം. മറ്റൊന്ന്, ഇപ്പൊ ഇവിടെ ഞാൻ തർക്കത്തിനല്ല കേട്ടോ. വാൽമീകിക്ക് മുമ്പ് രാമായണം എഴുതിയ ഒരാളുടെ പേര് പറഞ്ഞാൽ ഞാൻ സന്തോഷവാനായി. ഞാൻ ഈ വാൽമീകി രാമായണം മാറ്റി വെച്ചിട്ട് അതൊന്ന് മൂലമായിരുന്നു വായിച്ചിട്ട് ഞാൻ പിന്നെ അടുത്ത കായിൽ വന്നോളാം. അതിനെ കുറച്ചുകൂടി പ്രതികരിച്ച് ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഈ കാലത്തെക്കുറിച്ചുള്ള തർക്കം ഉണ്ടെന്ന് പറഞ്ഞത്, തായ്ലൻഡിന്റെ പഴയ തലസ്ഥാനത്തിന്റെ പേര് അയുധയ എന്നാണ്. അവർ പറയുന്നത് ഇതാ ഇവിടെയാണ് രാമൻ ജനിച്ചത്, അയോധ്യയാണ് അയുധയ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയാണെന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത സ്ഥലത്താണ്. നേപ്പാളിന് വേറൊരു അവകാശവാദമുണ്ട്, ബാലിക്ക് വേറൊന്നുണ്ട്, ഇൻഡോനേഷ്യക്ക് വേറുണ്ട്. കാലഗണനയെ സംബന്ധിച്ചു ഇപ്പോൾ വാൽമീകിയെ നമുക്ക് വോട്ടർ പട്ടികയൊന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. ശരി, നിങ്ങളുടെ വിശ്വാസം അങ്ങനെ ഇരിക്കട്ടെ. തായ്ലൻഡുകാർ മറ്റൊരു വിശ്വാസം. എല്ലാവർക്കും അവകാശമില്ലേ? അതാണ് അതിൻ്റെ കാര്യം. പിന്നെ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം, ഭഗത് സിംഗിനെ കുറിച്ചും വാഞ്ചിനാഥനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പുറത്തിറക്കിയ 3 പുസ്തകങ്ങളുടെ ഒരു ത്രയമുണ്ട്. ഹൂസ് ഹൂ ഓഫ് ഇന്ത്യൻ മാർട്ടിയേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിച്ച മുഴുവൻ പേരുടെയും പേരുവിവരങ്ങളാണ്. നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. ഞാനതിൽ ഭഗത് സിംഗിൻ്റെ പേര് നോക്കി. അപ്പോൾ 13 ഭഗത് സിംഗുമാരുണ്ട്. ഭഗത് സിംഗ് എന്ന പേരിൽ 13 പേർ ബ്രിട്ടനെതിരെ സമരം ചെയ്ത് രക്തസാക്ഷിത്വം വരിച്ചവരുണ്ട്. പക്ഷെ നമുക്കൊരു ഭഗത് സിംഗിനെ അറിയും. ചരിത്രത്തിൽ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. എഴുതപ്പെട്ട ഒരു ജീവചരിത്രത്തിൻ്റെ പിന്നിൽ എഴുതപ്പെടാത്ത കോടിക്കണക്കിന് ജീവചരിത്രങ്ങളുണ്ടാവും. പക്ഷെ വാഞ്ചിനാഥനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് കേരളത്തിൽ. ഒന്നല്ല, ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മറ്റേ രക്തസാക്ഷിത്വം ഭരിച്ച ആളല്ലേ. അതും നമ്മുടെ വീരസാഹസികമായ ജീവിതമാണ്. നമ്മുടെ ഈ അടുത്ത വക്കത്താണ്. അബ്ദുൽ ഖാദർ മൗലവി അല്ല അവർ പറയും. വക്കം അബ്ദുൽ ഖാദറിന് എത്ര പേരറിയും? അങ്ങനെയുള്ളതുണ്ട്, ചരിത്രത്തിലുണ്ട്. പക്ഷെ ബോധപൂർവം ചരിത്രത്തെ തമസ്കരിക്കുന്നതും വ്യാജ ചരിത്രം സൃഷ്ടിക്കുന്നതും മറ്റൊന്നാണ്. അതിനെ രണ്ടായിട്ട് നമ്മൾ കാണണം. അത്ര അതിനകത്ത് ഒരു കാര്യം കൂടി, വ്യാസനെ കുറിച്ച് പറയുമ്പോൾ വ്യാസൻ്റെ ഒരു എഡിറ്റർ ആയിരുന്നു എന്നുള്ളത്. കാരണം പല കാലഘട്ടങ്ങളിലായിട്ട് കൂട്ടിച്ചേർത്തതാണ്. ഈ ക്ലാസിക് കൃതികളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ മാതൃഭൂമി ബുക്സ് ഇറക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് പോലെ ക്ലാസിക് കൃതികളെ കുറിച്ച് പറയാൻ പാടില്ല. പല കാലഘട്ടങ്ങളിലായിട്ട് കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ, അത് എത്രയോ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു ഈ മൂലകൃതി എന്ന് പറയുന്നൊരു പരിഭാവനത്വത്തിൽ എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലാവും. നമ്മുടെ ഡിസ്കഷൻ രാഷ്ട്രീയക്കാരുടെ പുസ്തക ജീവിതത്തെക്കുറിച്ചായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു ഫ്ലേവർ ഓഫ് ദ സീസൺ ആയതുകൊണ്ട് നമ്മൾ ചർച്ച എല്ലാ രാമനിലേക്കൊക്കെ പോകുന്നത് അതൊരു ഡിസ്കഷൻ ഡിസെൻ്റൊക്കെ ഡിബേറ്റ്. നമ്മൾ ഈ ഫെസ്റ്റിവലിൻ്റെ ടാഗ് ലൈൻ തന്നെയാണ്
അപ്പം നമ്മളിനി നിങ്ങളിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ, നമുക്ക് സമയം ഒരു 4 ചോദ്യം എടുക്കാം. ആദ്യം പറഞ്ഞു മൈക്കുണ്ടോ ആരെങ്കിലും? സ്പെസിഫിക് ആയിട്ട് ചോദിക്കണേ പോലെ നമ്മുടെ, എന്നാൽ മാക്സിമം ആൾക്കാർക്ക് നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് വേണ്ട, ചോദ്യം മതി. ചോദ്യം എന്നുള്ളത് രാഷ്ട്രീയക്കാർ പുസ്തകത്തിൽ അല്ലെങ്കിൽ പുസ്തക വായനയിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്, പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങളെ വായിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയക്കാർ മറന്നു പോകുന്നുണ്ട്. ആരോടാ? ആർക്ക് വേണമെങ്കിലും പറയാം. ജനങ്ങളെ വായിക്കാൻ മറന്നു പോകുന്നുണ്ടോന്നോ, ജനങ്ങളെ മനസ്സിലാക്കാൻ മറന്നു പോകുന്നുണ്ടോ എന്നുള്ളതല്ലേ? ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ, യുവാക്കളുടെ അല്ലെങ്കിൽ വാർദ്ധക്യമെത്തിയവരുടെ, മധ്യവയസ്കരുടെ, കുട്ടികളുടെ. തീർച്ചയായിട്ടും അങ്ങനെ അല്ലാതെ എങ്ങനെയാണ് രാഷ്ട്രീയക്കാർക്ക് പ്രവർത്തിക്കാൻ കഴിയുക? നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഭരണരംഗത്ത് നിൽക്കുമ്പോഴായാലും അതല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുമ്പോഴായാലും അല്ലെങ്കിൽ ആ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ ഇടപെടലും നടത്തുന്നത്. അതിപ്പോൾ ഒരു വിലക്കയറ്റത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം വരുമ്പോൾ, അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം വരുമ്പോൾ, രാഷ്ട്രീയക്കാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പോരാട്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സമരങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലക്ഷണമാണ്. അതല്ലാതെ ഈ ജനങ്ങളെ വായിക്കാതെ എങ്ങനെയാണ് രാഷ്ട്രീയക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? അത് ശരിയല്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് രാഷ്ട്രീയ രംഗം സജീവമാകുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നിൽക്കുമ്പോൾ തന്നെയാണ്. ആ നിലയിലുള്ള സജീവത എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭാഗത്തു നിന്ന് കേരളത്തിലുണ്ട്. ഓക്കെ, ആരോടാണ് ചോദ്യം എന്നുള്ളത് പറയണേ? എം സ്വരാജ്. ഓക്കെ, ഈ രാഷ്ട്രീയക്കാരുടെ എഴുത്തും വായനയും ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ സദയം ക്ഷമിക്കുക. ഈ പ്രത്യേകിച്ച് നിയമനിർമ്മാണ സഭകളിലേക്ക് പോകുന്ന രാഷ്ട്രീയക്കാർ അവിടെ പ്രസംഗിക്കുമ്പോൾ ഭാഷാപരമായ വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട്, വ്യാകരണപരമായ തെറ്റുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ വിമർശന വിധേയമാകുമ്പോൾ അല്ലെങ്കിൽ ട്രോളുമ്പോൾ അവർ പറയുന്നത് ഭാഷയല്ല ആശയമാണ് പ്രധാനം എന്നാണ് പറയാറ്. അപ്പോൾ യുവ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ വായിച്ച് സ്വന്തം ഭാഷയെ നവീകരിക്കുകയും ഗൃഹപാഠം ചെയ്യുകയും വേണോ, അതോ നേരത്തെ പറഞ്ഞ പോലെ ആശയപരമായ അല്ലെങ്കിൽ ജനപക്ഷ ഭാഷ എന്ന് പറഞ്ഞ് അതിനെ വേറൊരു സൈഡിലേക്ക് ഒതുക്കുമോ? ഏതാണ് വേണ്ടത്? ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ ഞാൻ അശക്തനാണ്. എനിക്കറിഞ്ഞൂടാ. ഞാൻ വിചാരിക്കുന്നത് വ്യാകരണത്തിലൊക്കെ ഇത്തിരി തെറ്റിപ്പോയാലും കാര്യങ്ങൾ മനസ്സിലാക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതൊക്കെ തന്നെയാണ് പ്രധാനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഭാഷയൊക്കെ രൂപപ്പെട്ടു വരുന്നതാണ്, ചലനമറ്റ് നിൽക്കുന്നതല്ല, ഏതെങ്കിലും ബിന്ദുവിൽ വളർച്ച സ്തംഭിച്ചു പോകുന്നതൊന്നുമല്ല. അത് വികസിക്കും, വളരും, അങ്ങനെ പോകും. എനിക്ക് ഇതിനെക്കുറിച്ചൊരു തീർപ്പ് കൽപ്പിക്കാൻ എനിക്കറിയില്ല. എനിക്കൊരു ടീച്ചറാണ്, ഭാഷാധ്യാപികയൊക്കെ ആയിട്ടുള്ള ടീച്ചർക്ക് ഒരു പക്ഷേ കഴിയുക. ഇതിൽ ഈ നമ്മൾ കേരളത്തിൽ അസംബ്ലി നോക്കുകയാണെങ്കിൽ വളരെ വാഗ്മികളായിട്ടുള്ള ആളുകൾ ഇവരൊക്കെ അസംബ്ലിയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ഭാഷാ ശൈലിയുണ്ട്. ഓരോരുത്തരും വളർത്തിയെടുക്കുന്നൊരു ഭാഷാ ശൈലിയുണ്ട്. ആ ഭാഷാ ശൈലിയുടെ ഒരു അലങ്കാരമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ ഒരു കണ്ടൻറ്റ് കൂടി നിയമനിർമ്മാണ സഭകളിൽ പ്രധാനമാണ്. പക്ഷേ ഈ ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും പോകുമ്പോൾ നമ്മൾ ഈ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ കുറെ കൂടി ശ്രദ്ധിക്കണം. വാസ്തവത്തിൽ ഹിന്ദിയും ഇംഗ്ലീഷും അത്യാവശ്യം നമ്മൾ അവിടെ കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷെ ഇതിന് പോകുന്നതിന് മുമ്പ് നടത്തുന്നൊരു ഹോംവർക്ക് ചെയ്തിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കും എവിടെയൊക്കെ എത്തിപ്പോയെന്നെ. അത്രയും ഹോംവർക്ക് ചെയ്താണ് ഞാനടക്കമുള്ള പല ആളുകളും പാർലമെൻറ്റിൽ പോയിക്കൊണ്ടിരുന്നത്. അത് ചെയ്യണം എന്നുള്ളതാണ്. അത് ജനങ്ങൾ നമ്മളെ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് ആ ഹോംവർക്ക് ചെയ്യണം, വിഷയങ്ങളെക്കുറിച്ച് പഠിക്കണം, അതിന് പറ്റിയ ഭാഷ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ വേണം. ബാക്കിയുള്ള ശൈലിയൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായി വികസിപ്പിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. ഒരു ചോദ്യം കൂടി. നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച്, ഇപ്പോൾ ഫിക്ഷൻ വായിക്കുകയാണെങ്കിൽ അത് അനുഭൂതിയുടെ തലത്തിൽ നിന്നാണ് വായിക്കുന്നത്. അതിന് രാഷ്ട്രീയക്കാരനല്ലാത്ത ആളെന്ന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യയശാസ്ത്രത്തിലും അതിൻ്റെ സംഘടനാ രൂപത്തിലും അതിൻ്റെ നേതാക്കളിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ നിങ്ങളെല്ലാവരും. അപ്പോൾ നോൺ ഫിക്ഷൻ വായിക്കുമ്പോൾ നേരത്തെ ശബരി ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് വായിച്ചിട്ട് വിഗ്രഹങ്ങൾ ഉടഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഉടയാനായിട്ടുണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നരസിംഹറാവു, മൻമോഹൻ സിംഗ്, പിന്നെ അടൽ ബിഹാരി വാജ്പേയിയാണ്. അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ സ്വന്തം നേതാക്കളെക്കുറിച്ച് ഇപ്പോൾ ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം, RSSൻ്റെ സർസംഘചാലകമായിട്ട് രഹസ്യ ചർച്ച നടത്താൻ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയെ നിയോഗിച്ചു, അത് സോണിയാഗാന്ധി അറിയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് വായിക്കുമ്പോൾ അയ്യോ ഇവരിങ്ങനെ ആയിരുന്നോ എന്നാണോ തോന്നുക? അതല്ല, മറിച്ച് ഇത് തെറ്റായിരിക്കും, കാരണം എൻ്റെ നേതാക്കളെക്കുറിച്ച് അങ്ങനെ പറയാൻ അങ്ങനെ ഒരു വരാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ ആ ഓദറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ചിന്തയാണോ മനസ്സിൽ വരിക, അല്ലെങ്കിൽ
അങ്ങനെ തന്നെയാണോ എന്നൊരു അത്ഭുതമാണോ തോന്നുന്നത്? ഇപ്പോൾ താങ്കൾ തന്നെ ഇപ്പോൾ വിക്രം സമ്പത്തിൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞു. വിക്രം സമ്പത്ത് സവർക്കർ മഹാനാണ് എന്ന് സ്ഥാപിച്ച് പുസ്തകം എഴുതിയ ആളാണ്. അതേസമയം എ ജി നൂറാനി സവർക്കർ എങ്ങനെ രാജ്യദ്രോഹിയാണ് എന്ന് വിശദീകരിച്ച് പുസ്തകം എഴുതിയ ആളാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ ഈ രണ്ട് പുസ്തകവും വായിക്കുമ്പോൾ നമ്മുടെ പ്രജുഡിസുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ആശയ ലോകത്തിന് അനുഗുണമായ പുസ്തകം വായിക്കുകയും മറ്റത് തിരസ്കരിക്കുകയും ചെയ്യുകയാണോ, അതല്ലെങ്കിൽ ഇതൊക്കെ വായിച്ചിട്ട് ഞെട്ടുകയാണോ ചെയ്യുക? അല്ല, എന്നോട് ചോദിച്ചുകൊണ്ട് ഫസ്റ്റ് അല്ല, ഞാനൊരു റീവാലിഡേഷൻ നടത്താറുണ്ട്. ഇപ്പം ഈ നീർജയുടെ ബുക്ക് എനിക്ക് നീർജ നേരത്തെ ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്കൊരു പരിചയമുണ്ട്. അപ്പം ചിലതൊക്കെ റീവാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അഭിലാഷ് പറഞ്ഞ ആ ഏടല്ല അതിനകത്തുള്ള എന്നുള്ളത് ഞാൻ പറയുകയാണ്. സെക്കൻഡ് തിങ്, എനിക്കൊന്ന് രാഷ്ട്രീയക്കാരുടെ വായനയിൽ അവരെന്ത് വായിക്കുന്നു, എങ്ങനെ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ വായന എങ്ങനെ അവർ സമൂഹത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നുള്ളതിലാണ് കൂടുതൽ ഒരു താല്പര്യം ഞാൻ കാണുന്നത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ഇവോൾവിങ് പ്രോസസ്സാണ്. ഞാൻ ബയസ്ഡ് അല്ല. ഇപ്പം എൻ്റെ പാർട്ടിക്കെതിരെയുള്ള വായനയാണെങ്കിലും ഞാൻ വായിക്കും അനുകൂലമായിട്ട്. അത് ഞാൻ മേക്ക് എൻ ഇൻഫോംഡ് ഒപ്പീനിയൻ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നൂറാനിയുടെ സവർക്കർ വായിച്ചപ്പോൾ നമ്മൾ സമ്പത്തിൻ്റെ സവർക്കർ ആൾക്കാർ വായിച്ചത് വായിക്കുന്നൊരു കാലഘട്ടമാണ്. സിനിമ വരെ ഇപ്പോൾ ഇറങ്ങാൻ പോകണം തോന്നുന്നതിൻ്റെ. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ കൂടുതൽ വായിക്കുക. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവുമോ? ഏത് സവർക്കറാണ് യഥാർത്ഥത്തിലുള്ള സവർക്കർ എന്നുള്ള കൺഫ്യൂഷൻ വരുമോ? അല്ല, ഇപ്പോൾ ഇപ്പോഴും ആളുകളുടെ ഉള്ള കൺഫ്യൂഷനുണ്ട്. വെരി ഓണസ്റ്റ്. ആളുകൾ ഇപ്പോൾ ഇനി ആ രൺദീപ് ഹൂഡയുടെ സിനിമയും കൂടെ വരികയാണ്, ഒരു നിർമ്മിതിയാണ്. അപ്പോൾ ആളുകൾ പ്രത്യേകിച്ച് പുതിയ തലമുറ ഒരു ഹാഫ് ബേക്ഡ് ഇൻഫർമേഷൻ വെച്ച് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ബെറ്റർ കണ്ടന്റ് ആൻഡ് ബെറ്റർ പാക്കേജിംഗ് ആയിട്ട് പുതിയ സവർക്കർ രൺദീപ് ഹൂഡ വരുന്നത് ആളുകൾ കൺഫ്യൂസ്ഡ് ആവുകയാണ്. പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. ആളുകളെ പീപ്പിൾ ആർ ഗെറ്റിംഗ്. അതാണ് നമ്മൾ ഇലക്ട്രേറ്റിലും കാണുന്നത്. അതാണിപ്പം ഞാനായാലും പ്രൊഫസർ സീമയാണെങ്കിലും സ്വരാജിനൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടത്. പീപ്പിൾ ആർ ഗെറ്റിംഗ് മോർ കൺഫ്യൂസ്ഡ്. യു ഹാവ് ടു ഫൈറ്റ് ദാറ്റ്. ഞാൻ എന്നോടല്ല എങ്കിൽ പോലും ഞാൻ ഈ സവർക്കറുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പാർട്ടിയിൽ തന്നെ പുറത്താക്കുമായിരിക്കും. ഇനിയിപ്പോൾ ഗതികളിലാണ്. ഈ പുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇപ്പോൾ സവർക്കറിൻ്റെ സമ്പത്ത് നിങ്ങളെല്ലാവരും ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സവർക്കർ ചിലത് കൂടിയായിരുന്നു, മലയാളത്തിൽ നമ്മൾ അറിയാത്ത ചിലത് കൂടി ആയിരുന്നു സവർക്കർ. സവർക്കർ ഒരു നിരീശ്വരവാദിയായിരുന്നു. അല്ലെങ്കിൽ സവർക്കർ ഭാഷയ്ക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തി കേട്ടോ. ഇപ്പോൾ ദിനാങ്ക് എന്നുള്ള ഒരു ഭാഷ, അല്ലെങ്കിൽ സാപ്താഹിക് എന്നുള്ള ഒരു വീക്കിലിക്ക്, ഇത്തരത്തിൽ പുതിയ ഭാഷാപദങ്ങൾ നൽകിയ ആളാണ്. അത്തരത്തിലുള്ള ഒരു വലിയ സാഹിത്യകാരൻ കൂടിയാണ്. ഇതെല്ലാം കൂടി മനസ്സിലാക്കുന്നതുകൊണ്ട് തെറ്റില്ല. അദ്ദേഹത്തിനെ എതിർക്കാം. അദ്ദേഹത്തിനോടുള്ള ഇപ്പോൾ RSSനെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് അദ്ദേഹമാണ്. ഇപ്പോൾ അഭിലാഷൊക്കെ അത് പറയില്ല. ഒരാൾ RSSകാരനായിട്ട് ജനിച്ചു, RSSകാരനായിട്ട് മരിച്ചു എന്നതുകൊണ്ട് മാത്രമേ RSSകാരനെ കുറിച്ച് ഗുണമുള്ളൂ എന്ന് പറഞ്ഞൊരാൾ കൂടിയാണ് സവർക്കർ. അപ്പോൾ സവർക്കറിനെ നിങ്ങൾക്ക് എതിർക്കാം, പക്ഷേ സവർക്കർ ചിലത് കൂടി ആയിരുന്നു എന്നുകൂടി മനസ്സിലാക്കുവാൻ പുതിയ വായന സഹായിക്കുമെങ്കിൽ അത് നല്ലതാണ്. എന്നിട്ട് അഭിപ്രായങ്ങൾ അങ്ങനെ തന്നെ നിന്നോട്ടെ. പക്ഷേ ഇതുകൂടിയാണ് സവർക്കർ. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ എതിർക്കുക, നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അംഗീകരിക്കുക എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. സവർക്കറെ കുറിച്ച് മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? അദ്ദേഹം ഭാഷയ്ക്ക് സംഭാവന നൽകി, യതീഷ്ഠായിരുന്നു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ബഹുമാന്യനായ ശിവശങ്കർ ചൂണ്ടിക്കാട്ടി. ഈ 1948 ഗാന്ധിവധം നടന്നതിന് ശേഷം സവർക്കർക്കെതിരായിട്ടുള്ള ഒരു വലിയ വികാരം അലയടിച്ചു. 1948 മഹാരാഷ്ട്ര നിയമനിർമ്മാണ സഭയിൽ ഓരോരുത്തരും ഈ വിമർശനങ്ങൾ ഉയർത്തി. അപ്പോൾ RN മണ്ഡലിക്കർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ജയിലിൽ കിടന്ന ആളാണ്, ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത ആളാണ്, അദ്ദേഹം ഭാഷയ്ക്ക് സംഭാവന നൽകിയ ആളാണ്, അദ്ദേഹം യുക്തിവാദം ഉയർത്തിപ്പിടിച്ച ആളാണ് എന്നൊക്കെ പറയണ്ടായി. ആ ചർച്ചയ്ക്കൊടുവിൽ മൊറാർജി ദേശായി നിയമനിർമ്മാണ സഭയിൽ അംഗമാണ്. അദ്ദേഹം എഴുന്നേറ്റ് എന്നിട്ട് ഒരൊറ്റ വാചകമാണ് പറഞ്ഞു, ഒരേ ഒരു വാചകം: ഭൂതകാലത്തിൽ ചെയ്ത സേവനങ്ങൾ വർത്തമാനകാലത്ത് ചെയ്ത കൊടിയ ദ്രോഹത്തിന് പരിഹാരമല്ല. അതിനുശേഷം അദ്ദേഹം നെഹ്റു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പിരിച്ചുവിട്ടപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട്, അതിനെ എതിർത്തുകൊണ്ട് ശക്തമായി കത്തെഴുതുകയും അതിന് മറുപടി അന്ന് മന്ത്രിയായിരുന്ന കൃഷ്ണയ്യർ നൽകുകയും നന്ദി പ്രകാശിപ്പിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് ചരിത്രത്തിൽ. അങ്ങനെ ഒരു കത്ത് കൂടി ഉണ്ട് എന്നുകൂടി ഞാൻ പറയുന്നു. അത് കാരണം ഭൂതകാലം മാത്രമല്ല, ഭാവി കാലത്തിലും അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതാണ് സൂചിപ്പിച്ചത്. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇത് കോമൺ ആയിട്ട് പറയും, ഇതുകൂടി പറഞ്ഞ അവസാനം, ഒരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസം പിടിച്ചതാണ്. കാരണം ഒരു വ്യക്തി ഒരു കാര്യം മാത്രമല്ലല്ലോ ചെയ്തിട്ടുണ്ടാവുക. അതാണ് സത്യം. അത് ഞാൻ അംഗീകരിക്കുന്നത്. 100,000 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ ഒരു ജീവിതകാലത്ത്. അതിൽ ചിലതിനെ എടുത്തിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നുണ്ടാവുക. പക്ഷേ ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾ
കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടത്, അതിനെ പലരും എതിർത്തിട്ടുണ്ട്. അങ്ങനെ എതിർത്തിട്ടുണ്ടെങ്കിലും എന്തൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും മഹാത്മാഗാന്ധിയുടെ കൊലയ്ക്ക് ഇതൊന്നും പരിഹാരമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു നോട്ടിൽ നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും ഈ ഒരു ചർച്ച ഞാൻ വിചാരിച്ചത് കൂടുതൽ അല്പം പൊളിറ്റിക്കൽ, എന്തായാലും എല്ലാവർക്കും ഇൻഫോംഡായിട്ട് തീരുമാനമെടുക്കുവാൻ, കൂടുതൽ വായിക്കുക, കൂടുതൽ മനസ്സിലാക്കുക. താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് അസ്. ആൻഡ് നല്ലൊരു സെഷൻ ആയിരുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.